ഉമ്മ എണിച്ചോ? വീട്ടില് നേരം വൈകിട്ട് എണിക്കല് തോന്നണു അല്ലേ? അല്ല, ഞാൻ വീട്ടില് നേരത്തെ എണിക്കലുണ്ട്. പക്ഷെ ഇന്ന് ഉറക്കത്തിൽ പെട്ടു. ഇനി മുതൽ നേരത്തെ എണിക്കാം. അതിന് കുഴപ്പമൊന്നുമില്ല, ഞാൻ വെറുതെ ചോദിച്ചു എന്നുള്ളൂ. ഇവിടെ ഇപ്പൊ നേരത്തെ എണിച്ച് ചെയ്യാൻ മാത്രത്തിലുള്ള പണികളൊന്നും ഇല്ല. പിന്നെ ഈ രാവിലെ നേരമാകുമ്പോ ആ ഫാനൊന്നും ഇടേണ്ട ആവശ്യമില്ല കേട്ടോ. ഈ പാടത്തിന്റെ സൈഡ് ആവുകൊണ്ടേ ജനലൊക്കെ തുറന്നിട്ട് പറഞ്ഞ നല്ല കാറ്റാണ്. അപ്പൊ പിന്നെ ഈ ഫാനിന്റെ ആവശ്യമൊന്നും ഇല്ല. ഞാൻ മുകളില് കുറ്റം പറഞ്ഞതല്ല കേട്ടോ. ഇനി ഇവിടുത്തെ ശീലങ്ങളൊക്കെ ആയിട്ടൊന്ന് പൊരുത്തപ്പെട്ട് വരാനില്ലേ? ഇനി ശ്രദ്ധിച്ചാ മതി കേട്ടാ. ആ ഞാനിപ്പോ അത് കഴുകി വെച്ച പാത്രമാണ് മോളെ, ഇനി കഴുകേണ്ട ആവശ്യമൊന്നുമില്ല. ചായയും കടിയും കഴിക്കാനല്ലേ? ഒന്ന് ചുറ്റിച്ചാ മതി. പിന്നെ പാത്രം കഴുകുമ്പോഴൊക്കെ പൈപ്പ് ഇത്തിരി കുറച്ച് വെച്ച് പെരുമാറ് കേട്ടോ. അങ്ങനെ സ്പീഡിലൊക്കെ കഴുകിയാലേ ടാങ്കിത്തെ വെള്ളം പെട്ടെന്ന് കഴിയും. ഇവിടെ വെള്ളത്തിന് നല്ല ക്ഷാമുണ്ടോ? അല്ല, നമ്മുടെ കിണറ്റിൽ അരക്കിണർ വെള്ളമൊക്കെ ഉണ്ട്. പക്ഷെ ടാങ്കിലേക്ക് കയറ്റുന്നുണ്ടെങ്കിൽ മോട്ടർ ഉണ്ട്. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മോട്ടർ ഇട്ടാലേ കറണ്ട് ബില്ലൊക്കെ എങ്ങനെ കൂടും പറഞ്ഞിട്ടാണ്. ആദ്യമൊക്കെയെന്ന് പറയുമ്പോഴേ നമ്മുടെ കാലത്തൊക്കെ ഇങ്ങനെ പാത്രം ഇങ്ങനെ തേകി തേകി കഴുകലായിരുന്നു. ഇപ്പൊ പിന്നെ ഇങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ അല്ലേ. അപ്പൊ പിന്നെ ധാരാളിത്തം കൂടുകയാണേ. ഞാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്നരാട വെള്ളം ഇടുള്ളൂ. അത്രയും പിടിച്ചിട്ടാ ചെലവാക്കുള്ളൂ. ഒന്നരാടോ? ആ ഞാൻ അത്രയും ശ്രദ്ധിച്ചിട്ടാ നോക്കണതേ. അതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടാ. ആ എന്തിനാ മോളെ ഇങ്ങനെ പട്ടാപകലൊക്കെ ഇങ്ങനെ ലൈറ്റ് ഇട്ട് വെക്കണ്? ഞാൻ അടുക്കളയിൽ നിന്ന് വരുമ്പോണ്ട് നിന്റെ റൂമിൽ ലൈറ്റ് കത്തിക്കൊണ്ടിരിക്കണു. നമുക്ക് പകൽ ലൈറ്റിന്റെ ആവശ്യമൊന്നും ഇല്ലല്ലോ, രാത്രിയില്ലേ ലൈറ്റ് വേണ്ട. അതല്ലമ്മ, വെളിച്ചം തീരെ ഇല്ലാത്ത പോലെ തോന്നി, അതാ പിന്നെ ലൈറ്റ് ഇട്ടത്. ഇങ്ങനെ 24 മണിക്കൂർ ലൈറ്റ് ഇട്ട് വെച്ചാലേ കറണ്ട് ബില്ലൊക്കെ വല്ലാണ്ട് കൂടുമല്ലോ. നീ എന്തിനാ ഈ ജനല് വാതിലൊക്കെ ഇങ്ങനെ അടച്ചു മൂടി ഇട്ടിട്ടിരിക്കുന്നത്? അങ്ങനെ ഇരുന്നാൽ തന്നെ ഒന്നായിട്ട് പുഴുകുള്ളൂ മനുഷ്യന്. അതൊക്കെ അങ്ങോട്ട് തുറന്നിട്ടാ മതി, നല്ല കാറ്റ് കിട്ടും. അപ്പൊ പിന്നെ ഈ ഫാനിന്റെ ഒന്നും ഒരു ആവശ്യമില്ല. ഇത് വല്ലാത്തൊരു പിശുക്കാണല്ലോ റബ്ബേ. അങ്ങനെ പോയ തിന്നണേനും കുടിക്കണേനൊക്കെയും കണക്ക് പറയുമല്ലോ. ബൽക്കീസ് 300, സുബൈദ 500. 500ഓ? ഇവള് രണ്ട് പെമ്മക്കളുടെ കല്യാണത്തിന് 4 കൊല്ലം മുമ്പേ ഞാൻ 250 വെച്ച് 500 കൊടുത്തതാണല്ലോ. എന്നാലും ഇവൾക്ക് ഒരു 100 റുപ്യ കൂട്ടിയിടായിരുന്നു. കൊടുത്ത അതേ കണക്കിൽ തന്നെ ഇങ്ങോട്ട് ഇട്ടിക്കണു. എന്ത് പണി എന്നാലും ഇവള് കാണിച്ചത്? അയ്യേ, വെറുതെ നീ കൊടുത്തു വെക്കലൊക്കെ. കല്യാണത്തിന് വന്ന ചെലവൊക്കെ ഈ ബന്ധുമ കിട്ടിയത് അങ്ങോട്ട് കണക്കാക്കാന്ന് പറഞ്ഞിട്ട് ഇരിക്കായിരുന്നു. അപ്പോഴുണ്ടോ ഒക്കെ അങ്ങോട്ട് പിശുക്കി പിശുക്കിയിട്ട് അങ്ങോട്ട് ഇട്ടിക്കണു. നമുക്ക് എപ്പോഴപ്പോ ഇതൊക്കെ തിരിച്ചു കിട്ടുന്നത്? ആകെ ഒരു മകനായിരുന്നു, അതിന്റെ കല്യാണം ഒപ്പം കഴിഞ്ഞു. ഉമ്മ, സമയം 4:30 ആയില്ലേ? ചായ വെക്കല്ലേ എല്ലാവർക്കും? എന്നാ വെച്ചോ. ഫ്രിഡ്ജിലുള്ള പാലൊക്കെ എടുക്കാല്ലേ? ഫ്രിഡ്ജിലുള്ള പാലൊക്കെ ഒന്നും വേണ്ട, നമ്മള് മൂന്നാൾക്ക് ഇപ്പൊ അത്രയും പാലൊന്നും വേണ്ടല്ലോ. പാപ്പാക്ക് വെക്കണ്ട കേട്ടോ. പാപ്പ പാടത്തേക്ക് പോണൂന്ന് പറഞ്ഞപ്പോ ഞാൻ ചായ വെച്ചു കൊടുത്തു. ഇപ്പൊ ആ ചട്ടി തന്നെ വെച്ചോ, അതിന് കഴുകാൻ നിൽക്കൊന്നും വേണ്ട. അതിലുള്ള ആ മട്ടൊക്കെ അങ്ങനെ ഇരുന്നോട്ടെ. അങ്ങനെയാകുമ്പോ ചായപ്പൊടി ഇത്തിരി ഇട്ടാ മതിയല്ലോ. അതിൽ തന്നെ പിന്നെ എങ്ങനെ ചായ വെക്കണമ്മ? എനിക്കൊന്നും അങ്ങനെ കുടിച്ച് ശീലമില്ല കേട്ടോ. കേൾക്കുമ്പോ തന്നെ എന്തോ പോലെ ഇരിക്കണം. അത് പറഞ്ഞ എങ്ങനെ ശരിയാവുക? അങ്ങനെയൊക്കെ തന്നെയല്ലേ ശീലാവണത്. അങ്ങനെ ധാരാളിത്തം കാണിക്കാൻ നിന്നാലേ പണിയെടുക്കണത് അങ്ങനെ സാധനങ്ങൾ വാങ്ങി തിന്നാനേ ഉണ്ടാവുള്ളൂ. അമ്മ, ചോറിനുള്ള വെള്ളം ചൂടായിട്ടുണ്ടേ, അരി ഇടയില്ല എന്നാ. വെള്ളം ചൂടായോ? എന്നാ അരി കഴുകിട്ടോ. എത്ര ഇടണ്ട്? എത്ര ഇപ്പൊ 2 നാഴി ഇട്ടാ മതി. 2 നാഴി നിറച്ച് ഫുള്ളാക്കി ഇടാൻ നിൽക്കൊന്നും വേണ്ട കേട്ടോ. ആ നാഴി വടിച്ചിട്ട് അങ്ങനെ 2 നാഴി ഇട്ടാ മതി. അതാ കണക്ക്. ഒരു ചട്ടി ചോറൊക്കെ വെച്ചിട്ടേ പിറ്റേ ദിവസത്തേക്ക് വെള്ളച്ചോറൊക്കെ ആയി പറഞ്ഞ ആരും തിന്നില്ല, ആർക്കും പറ്റില്ല. ഇന്നലെ ഞാൻ അങ്ങനെ വെച്ചത്, എന്നിട്ട് ഇപ്പൊ 2 നേരത്തേക്ക് പാകമായില്ലേ. അപ്പൊ അതുപോലെ അങ്ങോട്ട് ഇട്ടാ മതി കേട്ടാ. പിന്നെ പാകാകണം. ഇന്നലെ രാത്രി വയർ നിറച്ച് ചോറിന് നിർത്തിയില്ല എനിക്ക്. ഇരിക്കട്ടെ, ഇത്തിരി ചോറ് ബാക്കിയാകുമ്പോഴേക്കും ആകാശം ഇടിഞ്ഞു വീഴൊന്നുമില്ലല്ലോ. എന്തിനാ നീ ഉള്ളി അരിയണ്? അമ്മ ചോറിനാലും മുട്ട വറക്കാൻ പറഞ്ഞില്ലേ, അപ്പൊ അതിന് വേണ്ടിട്ട് അരിയണേ. അതിന് ഈ 2 കോഴിമുട്ട വറക്കാൻ വേണ്ടിട്ട് ഈ വലിയൊരു ഉള്ളി അങ്ങനെ വേണോ? നിനക്ക് ആ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ 2 3 കുത്തി അരിഞ്ഞ് ഇട്ടാ പോരെ. ഇങ്ങനെ ധാരാളിത്തം കാണിക്കാൻ നിന്നാ ഈ വീട്ടിലത്തെ ചെലവൊക്കെ വാപ്പ ഒറ്റയ്ക്കാ നോക്കല്. അവന് വീട്ടു ചെലവിന് പറഞ്ഞിട്ട് 1 ഉറുപ്പ്യ തരലില്ല. എപ്പോഴെങ്കിലും കൂടുമ്പോ വല്ല ഇറച്ചിയോ മീനോ വാങ്ങിക്കൊടുന്നായി. അതുകൊണ്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നടന്നു പോകുമോ?
പിന്നെ എപ്പോ നോക്കിയാലും എനിക്കും വാപ്പാക്കാണെന്നുണ്ടെങ്കിൽ ഓരോ അസുഖങ്ങളാണ്. അതിനുള്ള ചെലവ് വേറെ. ഇതൊക്കെ ആ മനുഷ്യനെ കൊണ്ട് ഒറ്റയ്ക്ക് കൂട്ടിയാ കൂടുവോ? ഞാനീ പറയുന്നതൊന്നും നിനക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ നീ അവന്റെ അടുത്ത് പറയും വീട്ടു ചെലവിന് എന്തെങ്കിലും തരണം എന്നുള്ളത്. ആ ഞാൻ പറയാം. തന്നതന്നെ. നീ ഈ കാര്യം പറഞ്ഞിട്ട് അവന്റെ അടുത്ത് പോകുക പാടുള്ളൂ. ആ അടവ് ഈ അടവ് പറഞ്ഞിട്ട് അവൻ ഓരോ മുട്ട് ന്യായങ്ങൾ പറയും. ഞാൻ ഇതൊക്കെ കൊറേ കേട്ടതാ മോളെ. ഇക്ക, നിങ്ങളെന്താ ഈ വീട്ടിൽ ചെലവിനൊന്നും കൊടുക്കലില്ല? ആ വീട്ടിലത്തെ ചെലവൊക്കെ വാപ്പ ഒറ്റയ്ക്ക് തന്നെ നോക്കല്. ഞാൻ അങ്ങനെ ഒന്നും കൊടുക്കലൊന്നുമില്ല. അപ്പൊ വെറുതെ നിങ്ങളുടെ ഉമ്മ അങ്ങനെയൊക്കെ പറയുന്നത്. ഇനി മുതൽ അത് പറ്റില്ലാട്ടക്ക. നിങ്ങൾ ഈ വീട്ടു ചെലവിന് വേണ്ടിയിട്ടേ ഒരു തുക മാറ്റി വെക്കന്നെ വേണം. വേറെ ഒന്നും ഇല്ലെങ്കിലും കറണ്ട് ബില്ലെങ്കിലും നിങ്ങൾ അടയ്ക്കണം. എന്തൊരു പിശുക്ക നിങ്ങളുടെ ഉമ്മാക്ക്. ഒരു ഫാൻ ഇടാൻ പാടില്ല, ഒരു ലൈറ്റ് ഇടാൻ പാടില്ല, ഒരു തുള്ളി വെള്ളം അധികം എടുത്ത് ചെലവാക്കാൻ പറ്റില്ല, കറണ്ട് ബില്ല് കൂടുക പറഞ്ഞിട്ട് മോട്ടർ ഇടാൻ പാടില്ല. എന്തങ്ങനെയൊക്കെ? അടുക്കളയിൽ പെരുമാറുന്ന സാധനങ്ങളൊക്കെ ഒക്കെയും കണക്കാണ്. ഇങ്ങനെ ഒരു പിശുക്ക് ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. ഇങ്ങനെയാണെന്നുണ്ടെങ്കിലേ എനിക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പാടാണ് കേട്ടാ. നീ ഇത് എവിടേക്കാണ്? ഇത് തിരുമ്പാൻ പോവുകയാണ്? ആ, തിരുമ്പാൻ പോവുകയാണ്. വേറെ എന്തെങ്കിലും തിരുമ്പാണ്ടോ? അല്ല അതല്ല, നീ ഇപ്പൊ ഇന്നലെയല്ലേ ഇപ്പൊ ഈ ചുരിദാർ ഇട്ടിട്ടുള്ളൂ. അങ്ങനെ ഇപ്പൊ ഒരു പ്രാവശ്യം ഇടുമ്പോഴേക്ക് ഇപ്പൊ തിരുമ്പാൻ നിന്നപ്പോ അതിന് മാത്രം ചെളിയൊക്കെ ഉണ്ടോ അപ്പൊ അതിന്? നിങ്ങക്ക് നാളെ ഒരു വിരുന്നും കൂടി ഉള്ളതല്ലേ, അതിനും കൂടി പോകുമ്പോ ഇതൊന്ന് ഇട്ടൂടെ? എന്നിട്ട് തിരുമ്പിയാ മതിയല്ലോ. ഇതിപ്പോ ഒരാഴ്ച എത്തേണ്ട സോപ്പ് ഇപ്പൊ 2 ദിവസം കൊണ്ട് കഴിയല്ലോ, ദിവസം ദിവസം ഇടുമ്പോഴേക്കും ഇങ്ങനെ തിരുമ്പാൻ നിന്നാല്. താത്താ, താത്ത. ആ മോളെ, ഉമ്മല്ലേ ഇവിടെ? ആ അമ്മ ഉള്ളിലുണ്ട്. വിളിക്കണോ? ആ വേണ്ട, വിളിക്കൊന്നും വേണ്ട. ഞാൻ 2 തക്കാളി ഉണ്ടോ ചോദിക്കാൻ വേണ്ടി വന്നതാണ്. കൂട്ടാൻ വെക്കാൻ നോക്കുമ്പോണ്ട് തക്കാളി കഴിഞ്ഞിരിക്കണു. ഞാൻ വാങ്ങിയിട്ട് കൊണ്ടുവന്ന് തരാം. കുട്ടി ഉണ്ടെങ്കിൽ 2 എടുത്തിട്ട് വന്നാ. ചോദിക്കാണ്ട് എടുത്തു കൊടുത്താൽ നാളേക്ക് ആ കണക്കും പറയും. 2 എടുത്തു കൊടുത്താൽ അറിയാണ്ടിരിക്കുന്ന ഒരു സാധനം. എല്ലാം എണ്ണി കണക്കാക്കി വെച്ചിരിക്കുകയല്ലേ. ചോദിച്ചിട്ട് ചെയ്യാൻ. ഉമ്മ, ഇതാ അപ്പുറത്തെ വീട്ടിൽ താത്ത വന്നിക്കണു. 2 തക്കാളി ഉണ്ടോന്ന് ചോദിച്ചിട്ട്. ആര്? ആ നബീസ ആയിരിക്കും അല്ലേ? ഇവിടെ ഇല്ലാന്ന് പറ. അവൾക്ക് ഇങ്ങനെ ഓരോ വീട്ടിൽ പോയി സാധനങ്ങളായിരുന്നു വാങ്ങുന്ന പണി. ഒരിക്കൽ കൊടുത്താൽ മതി, പിന്നെ അതന്നെ ശീലാവും. പിന്നെ എന്നെ ചോദിച്ചാൽ ഞാൻ ഇവിടെ ഇല്ലാന്ന് പറഞ്ഞോട്ടോ. ഇവിടെ വന്ന് പറഞ്ഞു ഓരോ കൂട്ടം കൂടി നിൽക്കും. അത് ഉണ്ടോ ഇത് ഉണ്ടോ ചോദിച്ചിട്ട്. ആ ഇല്ല ഇല്ല, ഒക്കെ അങ്ങനെ പോണുണ്ട്, കൊഴപ്പൊന്നുമില്ല. പിന്നെ എന്താ പറഞ്ഞേ, എന്റെ ആ ചിട്ടവട്ടങ്ങളൊക്കെ ആയിട്ട് അങ്ങോട്ട് ആയി വരുന്നുള്ളൂ. ഭയങ്കര ധാരാളിത്താണ്, ഒരു പിടുത്തൂല്ല ചെലവാക്കണോർത്തൊക്കെ. ആ, കാണാൻ പോണാന്ന് അങ്ങോട്ട് ചെലവാക്കുന്നുണ്ട്. ആ, കൊറേ ആകുമ്പോ അങ്ങോട്ട് ശരിയാവും. അത് നോക്കിയിട്ട് കാര്യമില്ല, ഇപ്പത്തെ കുട്ടികളല്ലേ. ഒക്കെ ശരിയായി വരും. ആ, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ. എന്താ പറഞ്ഞ, ഈ ചെലവാക്കണ കാര്യത്തിൽ ഒരു കയ്യും കണക്കൊന്നും ഇല്ല, ഭയങ്കര ധാരാളിത്താണ്. അങ്ങനെ ശീലിച്ചതോണ്ടായിരിക്കും. ആ, ശരി ശരി എന്നാ. ഉമ്മ, പഞ്ചസാര കഴിഞ്ഞിക്കണല്ലോ. ചായ വെക്കാൻ നോക്കുമ്പോ പഞ്ചസാര ഇല്ല. നീ വേറെ എവിടെയെങ്കിലും എടുത്തു വെച്ചിട്ടുണ്ടോ? ആ ആ, പഞ്ചസാര കഴിഞ്ഞപ്പോ? പഞ്ചസാര ഇല്ല, ഇപ്പൊ ഇന്നലെ മിഞ്ഞാന്നോ മറ്റു വാങ്ങിയല്ലേ ഉള്ളൂ. അതിനെന്താ ഇപ്പൊ അത്? ഈ ചെലവാക്കണേനൊന്നും ഒരു കയ്യും കണക്കൊന്നും ഇല്ലല്ലോ, ഒക്കെ അങ്ങോട്ട് വാരി കോരി അങ്ങോട്ട് ഇടുകയല്ലേ. എനിക്കും വാപ്പാക്കാണെന്നുണ്ടെങ്കിൽ ഷുഗർ ഉള്ളത് കൊണ്ട് മധുരം തന്നെ കൂട്ടലില്ല. ഇനിയിപ്പോ എന്താ കാട്ടുന്നത്, അവിടെ ആ വെല്ലം ഇരിക്കുന്നുണ്ടാവും, അത് ഇട്ടിട്ട് ചായ വെക്ക്. ഇനിയിപ്പോ 2 ദിവസത്തിനൊന്നും വാപ്പ വാങ്ങിട്ട് വരില്ല പഞ്ചസാരയൊന്നും. എനിക്കൊന്നും വേണ്ട നിങ്ങളുടെ വെല്ല ചായ. ഇന്നത്തെ കാലത്തും ഉണ്ട് ഇങ്ങനത്തെ മനുഷ്യന്മാര്. ഓ എന്റെ റബ്ബേ. നീ ഇപ്പൊ എവിടേക്ക് ഈ ബാഗൊക്കെ എടുത്തിട്ട്? ഞാനേ എന്റെ വീട്ടിക്ക് പോവുകയാണ്. എനിക്കൊന്നും പറ്റില്ല ഇതൊന്നും അഡ്ജസ്റ്റ് ചെയ്ത് പോകാന്. അറുത്ത കൈക്ക് ഉപ്പ് തയ്ക്കാത്ത ഒരു ഉമ്മയും അതിന് പറ്റിയൊരു മോനും. എന്തൊക്കെയായിരുന്നു കല്യാണം കഴിയുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? മകൻ എന്തോ വലിയ ജോലിയാണ്, പാരമ്പര്യമായിട്ടുള്ള സ്വത്തുള്ള ആൾക്കാരാണ്. ആ ബ്രോക്കറിനെ ഞാനൊന്ന് കാണട്ടെ. ഇങ്ങനെ കഴിയാനാണെന്നുണ്ടെങ്കിലേ പാരമ്പര്യ സ്വത്തിന്റെ ഒന്നും ആവശ്യമില്ല. ഇങ്ങനെയൊക്കെ തന്നെയല്ലേ ഇപ്പൊ നമ്മളും ജീവിച്ചു വന്നത്. ഒരു നല്ല കുടുംബജീവിതം നയിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് ത്യാഗമൊക്കെ സഹിക്കേണ്ടി വരും. ഇതുപോലൊരു ത്യാഗം സഹിച്ചാലേ വിവാഹ ജീവിതം കിട്ടുള്ളൂ എന്നുണ്ടെങ്കിലേ എനിക്കത് വേണ്ട. പിന്നെ ഈ പൊട്ടക്കിണറ്റിൽ കിടക്കുന്ന തവളന്റെ അവസ്ഥയാവരുത് കേട്ടോ. കാലമൊക്കെ ഒരുപാട് പുരോഗമിച്ചു. അതിനനുസരിച്ച് പെരുമാറാൻ നോക്കി. പിന്നെ ഒരു കാര്യം, മകനെയും കൊണ്ട് പെണ്ണ് കെട്ടിപ്പിക്കുമ്പോ മിനിമം ആ കെട്ടിക്കൊണ്ടുന്ന പെണ്ണിനെങ്കിലും ചെലവിന് കൊടുക്കാനുള്ള ഭാഗ്യെങ്കിലും ഉണ്ടോ എന്നുള്ളത് നോക്കിയിട്ട് വേണം പെണ്ണ് കെട്ടിപ്പിക്കാൻ. മനസ്സിലായില്ലേ? ഒന്നുമില്ലെങ്കിൽ നിങ്ങളുടെ ഈ പിശുക്കൊക്കെ മാറ്റി വെക്കണം.
അതല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് ചെലവിന് തരാനുള്ള കെൽപ്പെങ്കിലും നിങ്ങളുടെ മകനക്ക് ഉണ്ടാവണം. ആ സമയമാകുമ്പോ എന്നെ തിരിച്ചു വിളിച്ചാൽ മതി.